എന്തെല്ലാം ഡെൻറ്റിസ്ട്രിയിൽ ലോകത്തുണ്ടോ അതെല്ലാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഈ കേരളത്തിൽ അല്ല മൂവാറ്റുപുഴയിൽ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആളുകൾ ചിലർ പറഞ്ഞു അപ്പൻ്റെ മാതിരി മോനും എന്തോ കാര്യമായി തകരാറുണ്ടെന്ന്. ജോൺ കുര്യാക്കോസ് 4000-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ഡെന്റൽ ടെക് കമ്പനിയായ ഡെന്റ് കെയറിന്റെ സാരഥി. ഇത് അല്പം വ്യത്യസ്തമായ ഒരു അനുഭവ വിവരണമാണ്. ഞങ്ങളുടെ കുടുംബം നാട്ടിൽ അറിയപ്പെട്ടിരുന്നത് ഓലിക്കൽ കുടുംബം പ്രാന്തന്മാരുടെ കുടുംബം എന്നാണ്. തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തെ പിന്തുടർന്നു വന്നിരുന്ന ആ പൈശാചികമായ ബന്ധനം എൻ്റെ പിതാവിനെയും കടന്നു പിടിച്ചു. ദുരിതക്കടൽ താണ്ടി ജീവിത വിജയത്തിലേക്ക് നടന്നു കയറിയ ഒരാളുടെ വേറിട്ട അനുഭവങ്ങൾ. എനിക്ക് ജോലി കിട്ടിയപ്പോൾ സ്വർഗം കിട്ടിയ പ്രതീതിയായിരുന്നു. എൻ്റെ ജോലി തറ തുടയ്ക്കുക, ടോയ്ലറ്റ് വാഷ് ചെയ്യുക. ഡോക്ടർ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ തട്ടിട്ട പാത്രത്തിലാണെന്ന് ചോറ് കൊണ്ടുവരുന്നത്. ആ പാത്രം എല്ലാം വൃത്തിയായിട്ട് കഴുകിവെക്കുക. ദുരന്തപൂർണമായ ബാല്യ കൗമാരങ്ങൾ. ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ നേരെ എതിർവശത്താണ് ഞങ്ങളുടെ കുരിശുപള്ളി. എൻ്റെ പിതാവ് അവിടെ വന്ന് ഒരു കീറത്തോർത്തുകൊണ്ടൊക്കെ കൊടുത്ത് താടി രോമങ്ങളെല്ലാം നീട്ടി തുപ്പലെല്ലാം ഒലിപ്പിച്ച് അവിടെ വന്നിരിക്കും. ആളുകൾ കൂടെ പഠിക്കുന്ന കുട്ടികളടക്കം വിളിക്കും, ദേടാ ഭ്രാന്തൻ കുര്യാക്കോനിരിക്കണമെന്ന്. ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിന്ന നാളുകൾ. ഞങ്ങളുടെ വീടൊരു കരച്ചിലിൻ്റെ വീടായിരുന്നു. ഒരിക്കലും ഒരു സമാധാനം കൈവരുമെന്ന് അമ്മ കരുതിയിരുന്നില്ല. അമ്മയ്ക്ക് പള്ളിയിൽ പോകാൻ എടുത്തുകൊണ്ട് പോകാൻ മുണ്ടില്ല. അമ്മ കഞ്ഞി കുടിക്കാൻ മാർഗ്ഗമില്ല. ഭ്രാന്തനായ പിതാവ്. അമ്മ വിചാരിച്ചു മരിച്ചേക്കാം. കഠിന പ്രയത്നത്തിന്റെ കാലം. അന്ന് എനിക്ക് കേവലം 250 രൂപ മാത്രമേ ശമ്പളമുള്ളൂ. അന്നൊരു ഡെന്റൽ ലാബ് തുടങ്ങണമെങ്കിൽ 20 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. രാപകലില്ലാതെ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു. ഒരു പൈസ പോലും ഞാൻ ഒരു കാര്യത്തിന് മാറ്റിയിട്ടില്ല. ആകെ എൻ്റെ അമ്മയ്ക്ക് ഒരു സാരിയും ബ്ലൗസും മേടിച്ചു കൊടുത്തു. സ്വപ്രയത്നം കൊണ്ട് വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ജോൺ കുര്യാക്കോസിന്റെ പ്രചോദനാത്മകമായ വിജയകഥ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. ഞാൻ ഒരിക്കൽ കണ്ടതായ ഒരു കാഴ്ച അത്ഭുതത്തോടെ ഇന്ന് ഓർക്കുകയാണ്. കുറേ പേര് കൂടി എൻ്റെ പിതാവിൻ്റെ അനുജൻ്റെ പുറകെ ഓടുകയാണ്. അദ്ദേഹം ഒരു തുടലിൽ അദ്ദേഹത്തെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. മുറി ക്ലീൻ ചെയ്യാനായിട്ട് പുറത്ത് കൊണ്ടുവന്ന് ഒരു പ്ലാവിൽ കെട്ടുന്നു. അത് കെട്ടാനങ്ങ് തുടങ്ങുകയല്ല, ആ തുടൽ വിടിയിച്ചുകൊണ്ടൊരൊറ്റ ഓട്ടം. അതിൽ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പീഡിയാപ്പാടോടെ എല്ലാം ഓടി നടന്നു. കുറേ പേര് കൂടി പിടിച്ച് വീണ്ടും അടിച്ച് അദ്ദേഹത്തെ ആ മുറിയിൽ കൊണ്ട് പൂട്ടിയിടുന്നു. തലമുറകളായി ഭ്രാന്ത് ബാധിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ കുടുംബം നാട്ടിൽ അറിയപ്പെട്ടിരുന്നത് ഓലിക്കൽ കുടുംബം പ്രാന്തന്മാരുടെ കുടുംബം എന്നാണ്. 3 തലമുറകളായി ഭ്രാന്ത് ബാധിച്ച കുടുംബം. എൻ്റെ ആ പിതാവിൻ്റെ അനുജനെ ആ മുറിയിൽ, ആ ഇരുട്ടുള്ള മുറിയിൽ പൂട്ടിയിട്ടിരുന്നു. അവിടെ തന്നെയാണ് ഭക്ഷണം കൊടുത്തിരുന്നത്. ആ മുറിയിൽ തന്നെയാണ് മലമൂത്ര വിസർജനവും നടത്തിയിരുന്നത്. എൻ്റെ അമ്മയുടെ പാരമ്പര്യം പറഞ്ഞാൽ അമ്മയുടെ അപ്പനും അമ്മയും 7 വയസ്സ് അമ്മയ്ക്കുള്ളപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ അമ്മ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, അമ്മ പറയുന്നത് വട്ടത്തുണി എന്നാണ്, ഒരു കീറത്തുണി ഉടുത്തുകൊണ്ട് വല്യാമ്മയുടെ കൈ പിടിച്ച് വീടുകൾ തോറും കയറി ഇറങ്ങി നടന്നു വന്ന കൂട്ടത്തിൽ കേവലം 5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഞങ്ങളുടെ വീട്ടിലും ഒരു നേരത്തെ ആഹാരം തരുമോ എന്ന് ചോദിച്ച് വന്നിട്ടുണ്ട്. ദുരിതം പിടിച്ചതായിരുന്നു ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ കുടുംബം ഓലിക്കൽ കുടുംബം പ്രാന്തന്മാരുടെ കുടുംബം എന്ന് കേട്ടിരുന്നുകൊണ്ട് ഒരു വിവാഹം ആലോചന വരിക ഒരിക്കലും സാധ്യമല്ലായിരുന്നു. അമ്മയ്ക്ക് വിവാഹാലോചന വന്നു. അമ്മ ഇങ്ങനെ ധർമ്മം മേടിച്ച് നടന്ന ഒരാളായതുകൊണ്ട് അമ്മയെ വിവാഹം കഴിക്കാൻ എൻ്റെ പിതാവിന് അങ്ങനെ അവസരമുണ്ടായി. ഒരിക്കലും ഒരു വിവാഹം കഴിക്കാമെന്ന് ആഗ്രഹിച്ചിരുന്നയാളല്ല എൻ്റെ പിതാവ്. എന്നാൽ വിവാഹം കഴിച്ചു, വീട്ടിലേക്ക് കൊണ്ടുവന്നു. വളരെ കാര്യമായിട്ട് അമ്മയെ നോക്കി. ആ കാലത്ത് എൻ്റെ പിതാവിന് ഭ്രാന്തുണ്ടായിരുന്നില്ല. ഞങ്ങൾ താമസിച്ചിരുന്നത് ഒരു കുഗ്രാമത്തിലാണ്. വെള്ളമില്ല. 1 കിലോമീറ്റർ നടന്നു പോകണം വെള്ളം കൊണ്ടുവരാൻ. വെളിച്ചമില്ല. അങ്ങോട്ട് നടന്നു പോകാൻ മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ. എൻ്റെ പിതാവ് കഠിനാധ്വാനിയായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ഭൂമിയെല്ലാം ഉണ്ടായിരുന്നു. അവിടെ കഷ്ടപ്പെട്ട് അധ്വാനിക്കും. നേരം വെളുക്കുമ്പോൾ നിലാവത്ത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എഴുന്നേറ്റ് അവിടെ പാറപ്പുറത്ത്, കല്ലൊക്കെ പിടിച്ച സ്ഥലമാണ്, പാറപ്പുറത്ത് കല്ലൊക്കെ ഇട്ട് അവിടെ കാട്ടുകല്ലുകൊണ്ട് കയ്യാലെ വയ്ക്കും. അവിടെ മണ്ണെല്ലാം കോരിയിട്ട് കപ്പ നടും. ഒരു 7 മണിയാകുമ്പോഴത്തേക്കും ഓടും. ഒരു തോർത്തുകൊണ്ട് കൊടുത്തുകൊണ്ട് ഓടുന്ന കാണാം. 3 മണി വരെ കൂലിപ്പണി ചെയ്യും. തിരികെ വന്നാൽ വീണ്ടും ഈ ഭൂമിയിൽ കഠിനാധ്വാനം ചെയ്യും. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വർഷങ്ങൾ കൊണ്ട് കുറച്ച് പൈസയെല്ലാം എൻ്റെ പിതാവ് കൂട്ടിവെച്ചു. എൻ്റെ പിതാവ് മദ്യപിക്കില്ല, പുകവലിക്കില്ല, ഒരു ദുശീലം ഉണ്ടായിരുന്നയാളല്ല. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുകയാണ്, ഞങ്ങൾ നല്ല ശിക്ഷണത്തിൽ വളർത്തിയിരുന്നു.
വളരെ അനുസരണത്തിൽ വളർത്തിയിരുന്നു. ഞാൻ ആകെ ജീവിതത്തിൽ ഒരടയ്ക്ക മാത്രമേ കട്ടെടുത്തിട്ടുള്ളൂ. തൊട്ടടുത്ത പറമ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന അടയ്ക്ക എന്നെ അടിച്ച് തിരിച്ച് അവിടെ കൊണ്ടിടിച്ചത് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ ജീവിച്ചു വരവേ എൻ്റെ പിതാവിനൊരു ആഗ്രഹം, വെള്ളവും വെളിച്ചവും ഉള്ളിടത്ത് ഒരു വീട് വയ്ക്കണം, വഴിയുള്ളിടത്ത്. പാവം സാധുവായ എൻ്റെ പിതാവ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച മുഴുവൻ പൈസയും ഒരു സ്ഥലം കണ്ടുവച്ചു. ആ മുഴുവൻ പൈസ അദ്ദേഹത്തിന് കൊടുത്തു. ഈ മനുഷ്യന് ഈ സ്ഥലം എഴുതി തരേണ്ടതിന് പകരം ഈ പണവുമായിട്ട് പോയി മദ്യപിച്ചു. അദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ഈ വാർത്ത എൻ്റെ പിതാവ് കേൾക്കുന്നത് കൂലിപ്പണി എടുക്കുന്ന വീട്ടിൽ വെച്ചാണ്. പെട്ടെന്ന് വലിയ ബഹളമെല്ലാം ഉണ്ടാക്കി അയാളെ കൊല്ലൂന്നെല്ലാം പറഞ്ഞ് വലിയ ഒച്ചപ്പാടെല്ലാം ഉണ്ടാക്കിയപ്പോൾ അവിടെ കൂടെ പണിതുകൊണ്ടിരുന്ന കൂലിപ്പണിക്കാരെല്ലാം കൂടി പിടിച്ച് കൈയും കാലുമെല്ലാം കയറുകൊണ്ട് കെട്ടി ഒരു ടാക്സിയിൽ കയറ്റി തൃശ്ശൂർ ഭ്രാന്താശുപത്രി കൊണ്ടുവന്നാക്കി. ആ ദുരിതങ്ങളുടെ കാലം ആരംഭിക്കുകയായിരുന്നു. എനിക്കതെല്ലാം പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ സംഭവം മനസ്സിലെന്നും ഓർത്തുകൊണ്ടാണ് ഞാനിതെല്ലാം പറയുന്നത്. പിതാവ് അവിടെ എല്ലാ ചികിത്സയും ചെയ്തു. പിതാവിനെ അവിടെ ഷോക്കടിപ്പിച്ചു, പലവിധ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. ഭ്രാന്ത് മാറുന്നില്ല. ഒരു ദിവസം 3 നേരമായി 12 ഉറക്കഗുളികൾ കഴിക്കണം. എൻ്റെ അമ്മയെ കൂലിപ്പണിക്ക് കൊണ്ടുപോയിരുന്നില്ല എൻ്റെ പിതാവ്. എന്നാൽ ആരോരും സഹായിക്കാനില്ലാതായി. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരായി മാറി ഞങ്ങൾ. ആരും തിരിഞ്ഞു നോക്കാത്തൊരു വീടായിരുന്നു ഞങ്ങളുടെ വീട്. അന്ന് ആരും വീട്ടിൽ കയറി വരികയില്ല. ഒരു ഭ്രാന്തൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കാത്ത വീടായിരുന്നു. അമ്മ കൂലിപ്പണിക്ക് പോകാൻ ആരംഭിച്ചു. എൻ്റെ അമ്മ ഉച്ചവരെ കൂലിപ്പണി ചെയ്യും. ബാക്കി സമയം ആ വീട്ടിൽ അടുക്കളപ്പണിയെല്ലാം ചെയ്തു കൊടുത്താൽ അവിടെ ബാക്കി വരുന്ന ചോറും കറികളും എല്ലാം ഇന്നെന്നപോലെ ഞാൻ ഓർക്കുകയാണ്. ഒരു മൺചട്ടിക്കകത്താക്കി ഒരു വട്ടയില അല്ലെങ്കിൽ വാഴയുടെ ഇല വെച്ച് മൂടിക്കൊണ്ടുവരും. അത് കഴിക്കാൻ ഞാൻ കൊതിയോടെ ഇരുന്നിട്ടുണ്ട്. അന്നെല്ലാം ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിരുന്നത് ഓണത്തിനോ ക്രിസ്മസിനോ അങ്ങനെ വർഷത്തിൽ 2 പ്രാവശ്യം മാത്രം. അങ്ങനെ ദുരിതം പിടിച്ച ജീവിതമായിരുന്നു ഞങ്ങളുടേത്. അമ്മ കരയുന്നത് കണ്ടാണ് ഞാൻ 15 വയസ്സ് വരെയും വളർന്നു വന്നത്. ഞങ്ങൾ 3 ആൺമക്കളായിരുന്നു. പുറമേ ഭ്രാന്ത് വന്നിട്ടില്ലെങ്കിലും ഞങ്ങൾ ഭ്രാന്ത് വന്നവരെ പോലെ പെരുമാറിയിരുന്നു. എൻ്റെ ചേട്ടൻ കല്ലിനിടിച്ച പാട് ഇപ്പോഴും എൻ്റെ ഇവിടെ തലയിലുണ്ട്. ഞാനും മോശമല്ലായിരുന്നു, പരസ്പരം കല്ലിനിടിക്കുക. അമ്മ കരുതി ഞങ്ങൾക്കും ഭ്രാന്ത് വരുമെന്ന്. 3 തലമുറകളായിട്ട് ഭ്രാന്തായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അമ്മ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പണം മുഴുവൻ ചെലവഴിച്ചു. പള്ളികളെല്ലാം കയറിയിറങ്ങി നടന്നു. എല്ലാം ചടങ്ങ് പോലെ 3 വൈദങ്ങളുടെ നേർച്ച, 12 വൈദങ്ങളുടെ നേർച്ച, പിറവൻ രാജാക്കളുടെ പള്ളിയിൽ നേർച്ച, കടമറ്റം പള്ളിയിൽ അവിടെ കോഴിവെട്ട്, മണർകാട് പള്ളിയിൽ നടന്നുപോയി അവിടെ വഴിപാട് കഴിക്കുക, മുതലക്കടം പള്ളിയിൽ മുത്തുക്കട, ചെയ്യാത്തതൊന്നുമില്ല. പിന്നീട് അമ്മ അമ്പലങ്ങളിലേക്ക് തിരിഞ്ഞു. അമ്പലങ്ങളെല്ലാം കയറിയിറങ്ങി നടന്നു. സാധുവായ എൻ്റെ അമ്മ വശം കെട്ടു. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ഒരു ചെറിയ വീടാണ്. ഒരു അടുക്കള മുറിയും പിന്നെ എല്ലാ ഇഷ്ടിയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഹോൾ ഇട്ടുകൊണ്ട് ചെയ്യുന്ന അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ വീട്. ഒരു ഫ്രണ്ടിലൊരു ചെറിയൊരു വരാന്ത. അവിടെ ആ മുറിയിൽ, ആ നടുക്കത്ത് ഒരു മുറിയുള്ള ആ മുറിയിൽ ഒരു കുഞ്ഞപ്പൻ പണിക്കുന്ന ഒരു മരയാശാരിയെ വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ വീട്ടിൽ പൂജ മന്ത്രവാദം നടത്തി. ഭ്രാന്ത് മാറാനാണ്. ഭ്രാന്ത് മാറിയില്ല. അതോടുകൂടി അമ്മയ്ക്ക് ഭയങ്കര നിരാശയായി. അമ്മ കരുതി ഞങ്ങൾക്കും ഭ്രാന്ത് വരുമെന്ന്. അമ്മ വലിയ സങ്കടത്തിലായി. ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ മതി, പിതാവ് വലിയ പാമ്പിനെ തല്ലിക്കൊല്ലുന്ന വടിയായിട്ട് ഓടിയങ്ങ് വരും. അമ്മയെ 4-5 അടിയടിക്കും. ഒരിക്കലും മറക്കാനാവാത്തൊരു സംഭവമാണ്. വീടിൻ്റെ പുറകിലൊരു പുളിമരമുണ്ട്. ആ പുളിമരത്തിൽ നിന്ന് വടി വെട്ടിക്കൊണ്ടുവരും. കാരണം മറ്റൊന്നുമില്ല, ഞങ്ങൾ മക്കളാരും സംസാരിക്കുന്ന എൻ്റെ പിതാവിന് കേൾക്കാൻ പാടില്ല. ഉടനെ അമ്മയോട് പറയും, കൈ കെട്ടിപ്പിടിക്കടിയെന്ന്. സാധുവായ എൻ്റെ അമ്മ ഒരക്ഷരം മിണ്ടുകയില്ല. ആരുമില്ലല്ലോ എൻ്റെ അമ്മയ്ക്ക്. അമ്മ ഇങ്ങനെ കൈ കെട്ടിപ്പിടിച്ചിരിക്കും. അവിടെ ഈ പുളിയുടെ വടി കൊണ്ട് പുറകിൽ 4-5 അടിയെല്ലാം അടിക്കും. ഒന്നും മിണ്ടാതെ അമ്മ നിൽക്കും. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ബഹളമെല്ലാം കഴിയുമ്പോൾ എൻ്റെ പിതാവ് പുറത്തേക്ക് പോകും. ഉടനെ അമ്മ ഞങ്ങളെ വിളിച്ച്, ഞാൻ ഇന്നെന്ന പോലെ അതെല്ലാം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു നീലയും പച്ചയും നിറമുള്ള ഒറ്റയ്ക്കൊരു കൈലുമുണ്ട് മാത്രമേ ഉള്ളൂ. അതിങ്ങനെ ചോരയും തുണികളിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അമ്മ ചങ്കിനിട്ടിടിച്ച് കരയും. ഞാനും എൻ്റെ ചേട്ടനും അനുജനും അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നു. ഞങ്ങളുടെ വീടൊരു കരച്ചിലിൻ്റെ വീടായിരുന്നു. ഒരിക്കലും ഒരു സമാധാനം കൈവരുമെന്ന് അമ്മ കരുതിയിരുന്നില്ല. അമ്മയ്ക്ക് പള്ളിയിൽ പോകാൻ എടുത്തുകൊണ്ട് പോകാൻ മുണ്ടില്ല. അമ്മ കഞ്ഞി കുടിക്കാൻ മാർഗ്ഗമില്ല. ഭ്രാന്തനായ പിതാവ്, ഒരു സമാധാനമില്ലാത്ത കുടുംബാന്തരീക്ഷം. അമ്മ വിചാരിച്ചു മരിച്ചേക്കാം. എൻ്റെ അമ്മ 3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു. അന്ന് എൻ്റെ അമ്മ പറഞ്ഞിരുന്നത്, മരിക്കാനും അനുവദിക്കാത്ത ദുഷ്ടനായ ദൈവമെന്നാണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ വലിയൊരു അത്ഭുതം. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ
അമ്മ വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് വരികയാണ്. ഞാൻ ഒരിക്കലും എൻ്റെ അമ്മ 15 വയസ്സ് വരെയും ചിരിച്ചു കണ്ടിട്ടില്ല. അമ്മ തലേ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ ഒരു പ്രാർത്ഥനായോഗത്തിന് വരാൻ അമ്മയെ വിളിച്ച് ഒരു നോട്ടീസ് കൊടുത്തു. അമ്മ അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം പല പ്രാവശ്യം വിളിച്ചപ്പോൾ ഒന്ന് പോകാമെന്ന് കരുതി പോയി. എനിക്കുള്ളത് പറയാനൊരു മടിയില്ല. എൻ്റെ അമ്മയ്ക്ക് ഉടുത്തുകൊണ്ട് പോകാനൊരു മുണ്ടില്ലായിരുന്നു. ഈ കക്ഷം ഈ ഭാഗമെല്ലാം കീറി, അങ്ങനെ ആ കീറി പറഞ്ഞ് ചട്ടയിട്ടുകൊണ്ട് നേറ്റിക്കിടുന്ന ചട്ട. താഴത്തെ വീട്ടിലെ മറിയാമ്മ ചേച്ചിയുടെ ഒരു വെള്ളമുണ്ട് വായ്പ മേടിച്ചുകൊടുത്ത് ആദ്യമായി പ്രാർത്ഥനായോഗത്തിന് പോയി. അമ്മ അവിടെ ഇരുന്നുകൊണ്ട് ഏങ്ങലടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് വിളിച്ചു, എൻ്റെ യേശുവേ എനിക്കൊരിറ്റ സമാധാനം തരണമെന്ന്. അമ്മ സമാധാനം നിറഞ്ഞ് വീട്ടിലേക്ക് വന്നു. തുടർന്ന് ഞാൻ ആ കാലങ്ങളിലെല്ലാം കടുത്ത നിരാശയിലായിരുന്നു. പഠിക്കാൻ മണ്ടനായിരുന്നു. നാട്ടിൽ ഞങ്ങളെ ആളുകൾ വിളിച്ചിരുന്നത് പ്രാന്തൻ കുര്യാക്കോൻ്റെ മക്കളെന്നാണ്. എൻ്റെ പിതാവിൻ്റെ പേര് കുര്യാക്കോസ് എന്നാണ്. ആളുകൾ കളിയാക്കി വിളിക്കും പ്രാന്തൻ കുര്യാക്കോൻ്റെ മക്കളെന്ന്. അന്ന് എന്തൊരു സങ്കടമായിരുന്നു. താഴേക്ക് നോക്കി നടന്നതായ കാലം. ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ നേരെ എതിർവശത്താണ് ഞങ്ങളുടെ കുരിശുപള്ളി. എൻ്റെ പിതാവ് അവിടെ വന്ന് ഒരു കീറത്തോർത്തുകൊണ്ടൊക്കെ കൊടുത്ത് താടി രോമങ്ങളെല്ലാം നീട്ടി തുപ്പലെല്ലാം ഒലിപ്പിച്ച് അവിടെ വന്നിരിക്കും. ആളുകൾ കൂടെ പഠിക്കുന്ന കുട്ടികളടക്കം വിളിക്കും, ദേടാ പ്രാന്തൻ കുര്യാക്കോനിരിക്കണമെന്ന്. അന്ന് എനിക്ക് ചോറ് കൊണ്ടുപോകാൻ മാർഗ്ഗമില്ല. അന്ന് ഉച്ചയ്ക്ക് ഉപ്പുമാവ് കിട്ടും. ഞാൻ ആ ഉച്ചയ്ക്ക് അത് മേടിക്കാൻ പോണതിന് മുമ്പ് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ പുറകിൽ ഒരു തടി കൊണ്ടുള്ള ജനലുണ്ട്. ഞാൻ അതിലൂടെ ഇങ്ങനെ നോക്കും, എൻ്റെ പിതാവ് ആ കുരിശുപള്ളിയുടെ അവിടെ ഇരിക്കുന്നുണ്ടോയെന്ന്. അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തിറങ്ങില്ല. ലജ്ജയോടെ മാത്രം ജീവിച്ച മനുഷ്യനായിരുന്നു ഞാൻ. അപകർഷതാബോധം കൊണ്ട് തകർന്നു പോയ ജീവിതമായിരുന്നു എൻ്റേത്. ഒരിക്കലും ശോഭനമായൊരു ഭാവി ലഭിക്കുമെന്ന് ഞാൻ ഹൃദയത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9955442222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഞാൻ ഒരു 6-7 വയസ്സ് പ്രായമേ ഉള്ളൂ. ആകെ ഒരു തോർത്തുകൊണ്ട് എടുത്തുകൊണ്ടാണ് രാത്രി കിടന്നുറങ്ങുന്നത്. ഒരു പായിൽ ഒരു കീറിയൊരു പായും ഒരു പുതപ്പെന്ന് പറയാനായിട്ട് തലവണയില്ല. ആ പുതപ്പെന്ന് പറയാനായിട്ടൊരു കീറിയ ഒരു പുതപ്പ്. ഞാൻ കാലത്ത് എഴുന്നേൽക്കുമ്പോഴത്തേക്കും പിന്നെ ഉടുക്കാനായിട്ടൊന്നുമില്ല. നല്ല കുളിരുള്ള സമയത്ത് അടുപ്പിൻ്റെ ചോട്ടിൽ പോയിരുന്ന് തീ കായുന്ന പതിവുണ്ടായിരുന്നു. വസ്ത്രമൊന്നും എടുക്കാതെ ഒരു ചെറിയ 3 കല്ല് കൂട്ടിയ ഒരു ചെറിയ അടുപ്പ്, അതിൻ്റെ മുകളിലൊരു ചേര് പോലെ അമ്മ ഇങ്ങനെ കുറച്ച് വാരിയെല്ലാം പെറുക്കി വെച്ച് അങ്ങനെ ചെയ്തിരുന്നു. അമ്മയോട് എണ്ണ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ പാത്രത്തിനകത്തെല്ലാം എണ്ണ ഇങ്ങനെ ഉണ്ടായി തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അറിയാതെ മുകളിലേക്ക് കൈ പിടിക്കുകയല്ല, മുകളിൽ കുറച്ച് ഒരു പൊതിയിൽ തേങ്ങ, ഉണങ്ങിയ കുറച്ച് തേങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ആ പാത്രത്തിന് തെറിച്ച് ചാടി. അപ്പോൾ മുഴുവൻ അവിടെ അതിനകത്തുണ്ടായിരുന്ന ആ എണ്ണ നേരെ എൻ്റെ മേലേക്ക് ചാടിയത് ഞാൻ ഓർക്കുകയാണ്. ഇവിടെ മുഴുവൻ കുമളിച്ച് പൊള്ളി. ശരീരത്തിൽ ഡ്രസ്സൊന്നുമില്ലല്ലോ. പൊള്ളിയപ്പോൾ ഞാൻ ഇങ്ങനെ ഒറ്റ തുടയ്ക്കൽ എൻ്റെ ഇവിടെ തൊലി ഇവിടം വരെ മുഴുവൻ എല്ലാം ചോര പോലെയായി. അന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് അവിടെ വണ്ടിയൊന്നും കയറി വരില്ലല്ലോ. അമ്മ എന്നെ തോളയിൽ എടുത്തിട്ടുണ്ട് ഓടി. ആളുകളെല്ലാം പറഞ്ഞ് ഞാൻ മരിച്ചു കഴിഞ്ഞു എന്നാണ്. അന്ന് ഗുഡ്വിൽ ഹോസ്പിറ്റലിൽ കൂത്താറലത്ത് കൊണ്ടുപോയതും അവിടെ എടുക്കാതെ വന്നതും തിരികെ ദേവമാത ഹോസ്പിറ്റലിലേക്കെല്ലാം കൊണ്ടുപോയതും എല്ലാം ഞാൻ ഇന്നും ഓർക്കുകയാണ്. ഞാൻ ആറൂർ UP സ്കൂളിലാണ് പഠിച്ചത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരെയായിരുന്നു സ്കൂള്. ചെറിയൊരു സ്കൂള്, ഏതാനും ചില അധ്യാപകർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഉച്ചയ്ക്ക് ഉപ്പുമാവ് കഴിക്കാൻ ഇറങ്ങും പുറത്ത്. പിന്നെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പോരുന്ന വഴിക്കാണ് അവിടെ ഒരു ചെറിയ പെട്ടിക്കടയുണ്ട്. ആ പെട്ടിക്കടയുടെ ഉടമസ്ഥന് ഒരു അല്പ സ്ഥലം അവിടെയുണ്ട്. ആ കമർക്കെട്ട് മിഠായി മേടിക്കുന്നതിൽ അന്ന് 5 പൈസ മതി. കൂട്ടുകാരെല്ലാം മിഠായി മേടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് കൊതി. ഒരു മിഠായി എനിക്ക് കിട്ടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കാരും മേടിച്ചു തരാനില്ല. ഞാനങ്ങനെ നിൽക്കുമ്പോൾ ആ കടക്കാരൻ പറയും, കമുകെ കയറി ഒരു അടയ്ക്ക പറിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു മിഠായി തരാമെന്ന്. അന്ന് 5 പൈസയെ മിഠായിക്ക് വിലയുള്ളൂ. ഞാൻ ഷർട്ട് ഊരിയിട്ടിട്ട് കമുകെ കയറാൻ
അങ്ങനെ കമുകെ കയറാൻ നോക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരനും അങ്ങനെ തന്നെ കമുകെ കയറിയിട്ടാണ് ഈ മുട്ടായി അവൻ വാങ്ങിച്ചത്. ത്ലായിപ്പെട്ടുകൊണ്ടാണ് അവൻ ഈ അടയ്ക്കാമരത്തേക്ക് കയറുന്നത്. എനിക്ക് അങ്ങനെ ത്ലായിപ്പെട്ടുകൊണ്ട് കയറാൻ പരിചയമില്ല. ഞാൻ ഷർട്ടെല്ലാം ഊരി വെച്ചിട്ട് ഞാൻ ഒരു പ്രകാരത്തിൽ പിടിച്ച് മുകളിൽ വരെ കയറി ഇത് പറിച്ചെടുക്കാനായിട്ട് ഈ അടയ്ക്ക പറിച്ചു, താഴേക്കിട്ടു. താഴേക്ക് പോരുമ്പോൾ എനിക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ ഈ അടയ്ക്കാമരത്തിൽ ഇങ്ങനെ അള്ളിപ്പിടിക്കുന്നുണ്ട്. എനിക്ക് താഴേക്ക് ഊർന്നു ചാടുമെന്നുള്ള ഭയം. താഴേക്ക് പോരുമ്പോൾ താഴേക്ക് ഇറങ്ങി വരണമെങ്കിൽ ഒരു രീതിയിലും സാധ്യമല്ല. ഞാനിങ്ങനെ ഇതിങ്ങനെ ചേർത്ത് നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ താഴേക്ക് ഊർന്നിങ്ങ് പോരുകയാണ്. അപ്പോൾ ഈ പോരുന്ന വഴിക്ക് അങ്ങനെ ഊർന്നിങ്ങ് പോരുമ്പോൾ ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുകയാണ്, ഈ ഭാഗം എല്ലാം മുറിഞ്ഞ് ഇവിടുത്തെ തൊലിയെല്ലാം അങ്ങ് പോയി മുഴുവൻ മുറിഞ്ഞിരുന്നു. എങ്കിലും ആ കമർക്കെട്ട് മുട്ടായി തിന്നാനെന്നുള്ള കൊതി കൊണ്ട് അതെല്ലാം നല്ല നീറ്റിലും കാര്യങ്ങളെല്ലാമായിരുന്നു. എന്നാൽ എൻ്റെ പിതാവ് എങ്ങാനും അത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ പൊതിരെ തല്ലും. ഞാനന്ന് വീട്ടിൽ വരുമ്പോൾ കാര്യം മുട്ടായി കിട്ടി തിന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ വീട്ടിൽ വരുമ്പോൾ ആരും കാണാതെ, അന്ന് ഞങ്ങൾക്ക് ഡ്രസ്സൊന്നും ഇടാൻ വീട്ടിൽ നേറ്റിക്കിടാനായിട്ട് അങ്ങനെ ഡ്രസ്സില്ല. പക്ഷേ ഞാൻ ഒളിച്ചും പാത്തും നിന്നതെല്ലാം ഓർക്കുകയാണ്. എന്നാൽ പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ വന്നിരിക്കുമ്പോൾ അപ്പോഴാണ് പ്രശ്നം. പിതാവ് കണ്ടു, വിളിച്ച് നേരെ ഒന്നും പറഞ്ഞില്ല, എന്ത് സംഭവമൊക്കെ ചോദിച്ചു. ഉടനെ 100 ഏത്തയിട്ടോളം പറഞ്ഞു. ഇനി ഒരു കാലത്തും അങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞ് കൈ ഇങ്ങനെയെല്ലാം പിടിച്ച് ഇങ്ങനെ നിലത്ത് മുട്ടുകുത്തി ഇങ്ങനെ ഏത്തയിടണം. പറയും, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയുള്ള കാര്യം ചെയ്യില്ല, ഇന്ന കാര്യം ചെയ്യില്ല. അങ്ങനെ പറഞ്ഞ് 100 ഏത്തയെല്ലാം ഇടിച്ചതെല്ലാം ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് എല്ലാ ഭക്ഷണത്തോട് വലിയ ആർത്തിയായിരുന്നു. ആകെ ഞങ്ങൾക്ക് കഴിക്കാനുണ്ടായിരുന്നത്, അമ്മ കൂലിപ്പണി എടുക്കുന്ന വീട്ടിൽ ഉച്ചവരെ കൂലിപ്പണി കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ചോറും കറിയും എല്ലാം അത് കൊണ്ടുവരുന്നത് മാത്രമേ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. എല്ലാത്തിനോടും ആർത്തിയായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ചേർന്ന് ഒരു വാഴ നിൽക്കുന്നുണ്ട്. ആ വാഴയിലൊരു വാഴക്കലിയുണ്ട്. അത് ഏതാണ്ട് മൂക്കാറായപ്പോൾ തന്നെ എൻ്റെ പിതാവ് അത് ഈ വാഴയുടെ ആ ചപ്പട്ട കൊണ്ട് എല്ലായിടും ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടിയിട്ടിരിക്കുകയാണ്. അത് വിറ്റിട്ട് വേണം ബാക്കി വീട്ടിലേക്ക് അരി മേടിക്കാനും അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് വവ്വാലെല്ലാം ഒരു വാഴയ്ക്കെല്ലാം ഇങ്ങനെ അതിൻ്റെ പകുതി ഭാഗം തിന്നിട്ട് നിൽക്കുന്നത്. എനിക്ക് വലിയ കൊതിയായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഒരു സ്റ്റൂൾ എടുത്തുകൊണ്ട് പോയി അവിടെ മുകളിലിട്ട് ഒരു പ്രകാരത്തിൽ ആ ഒരു വാഴയ്ക്ക് ഒന്ന് പഴുക്കാത്ത വാഴയ്ക്കയുടെ ഒരു കായ ഇരിഞ്ഞുകൊണ്ട് വന്നു. ഞാനത് വീട്ടിലെ അടുപ്പിൽ 3 കല്ല് കൂട്ടിയ ഒരു ചെറിയ അടുപ്പാണ്. അതിൻ്റെ തൊട്ട് ചേർന്ന് ഒരു ചാരക്കുഴിയുണ്ട്. ഈ ചാരത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പഴുത്ത പഴമായി കഴിഞ്ഞാൽ ആരും കാണാതെ കഴിക്കാമല്ലോ എന്നുള്ള കൊതി. ചാച്ചൻ ചോദിച്ചു, ചാച്ചനിത് കണ്ടുപിടിച്ചു. ചാച്ചനത് എന്തും നോക്കിക്കൊണ്ടിരിക്കുക, അത് മൂത്തിട്ട് വേണം കടയിൽ കൊണ്ടു കൊടുത്ത് അരി മേടിക്കാനായിട്ട്. ചാച്ചൻ ഞങ്ങളോട് മാറി മക്കൾ 3 പേരോടും ചോദിച്ചു, ആരാടാ വാഴയ്ക്ക് ഇരിഞ്ഞേ, ഇതെന്താ സംഭവിച്ചത്? എൻ്റെ മനസ്സിലത് ആരും കാണുമല്ലോ അറിയില്ലോ എന്നാണ് കരുതിയത്. എന്നാൽ അത് അതിൻ്റെ വരിപ്പുകായായിരുന്നു. അത് ആരാ ഇരിഞ്ഞതെന്ന് മാറി ചോദിച്ചു. ഞാൻ ഭയം കൊണ്ട് വിറച്ചിട്ട് മിണ്ടിയില്ല. ഞാൻ ഒരു ദിവസം തീ കായാനായിട്ട് അടുപ്പിൽ വന്നിരിക്കുകയാണ്, അടുപ്പിൻ്റെ ചുവട്ടിൽ. അപ്പോൾ അമ്മ ഒരു ഓട്ടയുള്ള അലുമിനിയം പാത്രമുണ്ട്, അതിനകത്തേക്കാണ് ഈ ചാരം അടുപ്പിന് തൊട്ട് ചേർന്നൊരു ചാരക്കുഴിയുണ്ട്. അതിൽ നിന്ന് ഈ ചാരം ഇങ്ങനെ വാരി അത് ആ ഓട്ടയുള്ള അലുമിനിയം പാത്രത്തിലേക്ക് കിട്ടുന്നത്. അമ്മ ചാരം ഇങ്ങ് വാരാൻ തുടങ്ങുകയല്ല, ആ പഴുക്കാത്ത ആ കായ് പുറത്തേക്ക് വന്നു. എൻ്റെ പിതാവ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു പിടിക്കപ്പെട്ടൊരു തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടൊരു കള്ളനെ പോലെയായി. വേഗം എൻ്റെ പിതാവ് എന്നെ കൊണ്ടുവന്ന് വീടിൻ്റെ മുമ്പിൽ ഈ തുലാമൊക്കെ ഇതിന് തൂണ് കൊടുത്തിരിക്കുന്നത് ഒരു അടയ്ക്കാമരത്തിലാണ്, ഒരു ഉണക്ക അടയ്ക്കാമരം. അത് വെട്ടി അത് തൂണാക്കി അങ്ങനെയാണ് കൊടുത്തിരുന്നത്. അതിലേക്ക് എന്നെ 2 കൈയും പിടിച്ചിങ്ങനെ കെട്ടി ഒരു തോർത്തുകൊണ്ടിട്ട് എന്നെ ഒരു ചൂരിൽ ഓടി വെച്ച് അടിക്കാൻ തുടങ്ങി. അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മനുഷ്യൻ സഹിക്കാൻ പറ്റുന്നില്ല. നീ എന്തിനു നുണ പറഞ്ഞു എന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞല്ലോ മാനസിക രോഗിയായിരുന്നു. ആ കൂട്ടത്തിൽ കള്ളം പറഞ്ഞു എന്നുള്ള കാര്യം കേട്ടപ്പോൾ അടിച്ചടിച്ച് അമ്മ ഓടി വന്നു. മോൻ ഇങ്ങനെ പറഞ്ഞു, അവൻ ചത്തുപോയി, ഇനി അടിക്കല്ലേ എന്ന്. എന്നാൽ എൻ്റെ അമ്മയോട് മാറി ഇക്കടി എന്ന് പറഞ്ഞാൽ ഭയത്തോടെ അമ്മ മാറി എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അടിച്ച് ഈ പല ഭാഗത്തും പൊട്ടി. കുറച്ച് നേരം കഴിഞ്ഞു ആ തൂണിൽ തന്നെ അഴിച്ചു വിട്ടു. എൻ്റെ പിതാവ് സ്നേഹനിധിയായ മനുഷ്യനായിരുന്നു. പക്ഷേ കോപം വന്നു കഴിഞ്ഞാൽ, ഈ ഭ്രാന്തം കളയി കഴിഞ്ഞാൽ പിന്നെ അക്രമാസക്തനാകുമായിരുന്നു. പിന്നീട് വന്ന് ആ വെളിച്ചെണ്ണയൊക്കെ തൂത്ത് സാരമില്ല എന്നൊക്കെ പറഞ്ഞതും ആശ്വസിപ്പിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ എന്താണ് പറഞ്ഞു വന്നത്? എനിക്ക് ഒരു പഴം തിന്നാൻ കൊതിയായിരുന്നു. ഞാൻ സങ്കടത്തോടെ കരഞ്ഞിട്ടുണ്ട് അതെല്ലാം ഓർത്ത്. ആഹാരത്തിന് എന്നും കൊതിയായിരുന്നു, എന്നും ദാരിദ്ര്യം. ദുരിതം പിടിച്ച ജീവിതമായിരുന്നല്ലോ ഞങ്ങളുടേത്. അയൽവക്കത്തെ വീട്ടിൽ ഈ പന വെട്ടിയിടും. അത് പന വെട്ടി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ നൂറെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കാമ്പെടുത്ത് കഴിഞ്ഞാൽ ആ പനയുടെ അകത്തുനിന്ന് അത് കുറുക്കി ഭക്ഷണമാക്കുന്ന ഒരു രീതി ആ കാലങ്ങളിലുണ്ടായിരുന്നു. അതിനായിട്ട് ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുകയല്ല, ഒരു വാക്കത്തി കൊണ്ട് ആർത്തി കൊണ്ട് എല്ലാം വെട്ടി മുഴുവനും കൈക്കലാക്കണം എന്ന് വിചാരിച്ചാൽ ഒരു പാളയ്ക്കകത്താണ് അത് കൊണ്ടുവരുന്നത്. അത് വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ആ വീട്ടിലെ ചേച്ചി വേഗം ഇറങ്ങി വരിക. ആ ചേച്ചി പറയുക, അത് മുഴുവൻ കൊണ്ടുപോകല്ലേടാ, പശുവിന് കൊടുക്കാനുള്ളതാണെന്ന്. പശുവിന് കൊടുക്കാനുള്ളത് പോലും അന്ന് ഞങ്ങൾക്ക് കിട്ടാൻ മാർഗമില്ലായിരുന്നു. അത്രമാത്രം ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട്, വയറ് നിറച്ച ആഹാരം കഴിക്കാനായിട്ട്. വാസ്തവത്തിൽ ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ആനിക്കാവള പറിച്ച് തിന്ന് വയറ് നിറയ്ക്കാൻ കൊതിയോടെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു വലിയ ആനിയുടെ മുകളിൽ അന്ന് ഒരു ഏണി വെച്ച് കെട്ടിയിട്ടുണ്ട്. അതിലൂടെ ഞാൻ കയറി അങ്ങ് മുകളിൽ പോയി. അവിടെ പഴുത്ത ആനിക്കാവള കിടക്കുന്നുണ്ട്. അത് പറിക്കാനായി അങ്ങ് അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത്, കുറച്ചധികം ദൂരെ ഈ മറ്റേ ഒടിയാൻ ഭാഗത്തിന് നിൽക്കുന്നുണ്ട്. ധാരാളം വിളകളുള്ളതുകൊണ്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് ആ കമ്പ്. ഞാൻ അതിലേക്ക് പതിയെ ഇങ്ങനെ ചെന്ന് കൈ എങ്ങനെയെങ്കിലും കൈ നീട്ടി ആ പഴുത്ത് കിടക്കുന്ന വിള മാത്രം ഇങ്ങ് പറിച്ചെടുക്കാനായിട്ട് കൈ നീട്ടുമല്ല, പെട്ടെന്ന് ആ കമ്പങ്ങ് ഇരിഞ്ഞു. ഞാനിന്ന് അത്ഭുതത്തോടെ ഓർക്കുകയാണ്. അതിൻ്റെ താഴെ മുഴുവൻ പാറക്കല്ലും കഷ്ണങ്ങളും എല്ലാം കിടക്കുകയാണ്. അതിന് വിട്ടുപോരാൻ അതിൻ്റെ ആ കാതലെല്ലാം ഇങ്ങനെ ഒടിഞ്ഞിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ശ്വാസം പോലും വലിക്കാൻ ഞാൻ ഭയപ്പെട്ട സമയം. ശ്വാസം വിട്ടാൽ താഴെ പോകും, അതേ രീതിയിലായിരുന്നു. അങ്ങനെ ഞാൻ ശ്വാസം വിടാതെ എങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ സഹോദരൻ താഴെ നിന്ന് വേഗമായി ഏണിയിൽ കയറി മുകളിൽ വരികയും വേറെ വലിയ കമ്പിൽ പിടിച്ചിട്ട് എന്നെ വലിച്ചിങ്ങനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നതെല്ലാം ഞാൻ ഓർക്കുകയാണ്. അല്ലെങ്കിൽ അന്നേ തീർന്നു പോകേണ്ട ജീവിതമായിരുന്നു എൻ്റെ. കാലത്തെ വെളുപ്പിന് ചാച്ചൻ 5 മണിക്ക് ചായക്കടയിൽ പോകും. ആ കൂട്ടത്തിൽ ഞങ്ങളും പോകണം. ഗ്ലാസ്സെല്ലാം കഴുകി വയ്ക്കണം. പിന്നെ ആളുകൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകും. ചായക്കടയിലല്ലേ കഴിച്ചിട്ട് പോകുമ്പോൾ അതിൻ്റെ പ്ലേറ്റുകളെല്ലാം കഴുകി വയ്ക്കണം. ഇതെല്ലാമായിരുന്നു അന്ന് ജോലി. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പവും കടലക്കറിയും കിട്ടും.